ഈ സംവിധാനം ചെയ്യണമെങ്കിലേ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രസന്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം ഈ വർക്ക് എടുക്കാൻ. ഇപ്പം ഈ പറയുന്ന പോലെ 2 months എങ്കിലും ഇപ്പം അഭിനയിച്ചു പോകാൻ എനിക്കൊരു ദിവസം മതി. നേരെ പോകുന്നു, രാവിലെ പോകുന്നു, മേക്കപ്പ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, വൈകുന്നേരം പോകുന്നു, തിരിച്ചു വരുന്നു, കാശ് കയ്യിൽ വാങ്ങുന്നു. പക്ഷെ ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു 1.5 months ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടണം. ഫ്രം സ്ക്രിപ്റ്റിംഗ് ടു എവ്രിതിങ് ടു പോസ്റ്റ് പ്രൊഡക്ഷൻ ടു ക്ലയൻറ്റിനെ കൺവിൻസിങ്, ചേഞ്ചിങ്, വ്യത്യാസങ്ങൾ, പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇത് ക്ലയൻറ്റിൻ്റെ കൈ കൊടുത്ത് കാശ് കിട്ടുമ്പോഴേക്കും 2 മാസം 3 മാസം എടുക്കും. പക്ഷേ വലിയ എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ ഇത്രയും ടൈം എനിക്കില്ലാതെ. കാരണം 2020 കഴിഞ്ഞപ്പോഴേക്കും തെലുങ്ക് ഓപ്പണായി, യൂട്യൂബ് ചാനൽ ഓപ്പണായി, മറ്റേത് ഓപ്പണായി, കുറച്ച് അപ്പോൾ തന്നെ മൈ ബാസ്ക്കറ്റ് വാസ് ഫുൾ. കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ സംവിധാനം നിർത്തി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. റീൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി കയറിയാൻ തുടങ്ങിയത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടികൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്പേസാണ്. നമ്മൾ പണ്ട് 3 കൊല്ലം മുമ്പ് ചെയ്തിരുന്ന സാധനമാണ് ഈ സ്ക്രിപ്റ്റ് എഴുതലും ഷൂട്ട് ചെയ്യലും. അതിൻ്റെക്കാൾ വളരെ ലൈറ്റർ വേർഷനാണ് റീൽ മേക്കിംഗ്. അപ്പോൾ റീലിൽ കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയായി തുടങ്ങി. അപ്പോൾ പലപ്പോഴും പല സെലിബ്രിറ്റീസിനും എങ്ങനെ വെച്ചാൽ ക്ലയൻറ്റ് കോൺസെപ്റ്റ് കൊടുക്കുകയോ വേറൊരു പ്രൊഡക്ഷൻ ഹൗസ് വന്ന് ഷൂട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്യും.